ടു ദ ഇഗ്നോ മൈൻഡ് സെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPCC 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോൺടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. ഇതൊരു ക്വിക്ക് എക്സാം സീരീസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. സോ നമുക്കറിയാം സൈക്കോളജി ഇസ് എ സയൻസ്. സൈക്കോളജി ഒരു സയൻസ് ആയിരിക്കുമ്പോൾ തന്നെ എന്തിനു നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിലോസഫി പാർട്ട് പഠിക്കേണ്ടതുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടായേക്കാം. നമ്മുടെ ഈ ഒരു കോഴ്സ് ഡീൽ ചെയ്യുന്നത് തന്നെ എന്താണ് സൈക്കോളജിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിലോസഫി എന്നുള്ളതാണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അതായത് മൈൻഡ്, ബിഹേവിയർ, പേഴ്സണാലിറ്റി, ഇമോഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ഒരുപാട് ഫാക്ടേഴ്സിന്റെ ഒരു ടോട്ടാലിറ്റിയാണ് സൈക്കോളജി. ഇതിനകത്തുള്ള ഓരോ ഐഡിയാസും ഡിഫറെൻറ്റ് റൂട്ട്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കുമ്പോൾ ഫസ്റ്റ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. പക്ഷേ ഈ ഐഡിയാസ് എല്ലാം എവിടെ നിന്ന് വന്നു, അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്കറിയാം സയൻസ് മീൻസ് സിസ്റ്റമാറ്റിക് നോളജ്. പക്ഷേ ഈ സയൻസിനെ തന്നെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിലൂടെ കാണുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് എംപിരിസിസം, റേഷണലിസം പോലുള്ള തോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ എംപിരിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി സെൻസ് ബേസ്ഡ് ഒബ്സർവേഷൻസ് ആർ സയന്റിഫിക് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് എംപിരിസിസം. അതായത് നോളജ് വരുന്നത് സെൻസ് എക്സ്പീരിയൻസസിലൂടെയാണ്. എന്ത് നമ്മൾ കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ഒബ്സർവ് ചെയ്യുന്നു, ഇതിലൂടെ മാത്രമാണ് നമുക്ക് നോളജ് കിട്ടുക എന്ന് അഡ്വക്കേറ്റ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു തിയറിയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. സോ ഓൺലി ഒബ്സർവബിൾ ഫാക്ട്സ് ആർ സയന്റിഫിക് എന്നാണ് എംപിരിസിസം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. സൈക്കോളജിയിൽ ഒരുപാട് കാലം ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു വ്യൂ ആയിരുന്നു എംപിരിസിസം. ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ ലോക്ക് ആണെങ്കിൽ പോലും ഇത് സൈക്കോളജിയിൽ അപ്ലൈ ചെയ്തത് വില്യം വൂണ്ടാണ്. ഇനി റേഷണലിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ റേഷണലിസം പറയുന്നത് നോളജ് നമുക്ക് കിട്ടുന്നത് റീസണിങ്ങിലൂടെയും ലോജിക്കിലൂടെയാണ്. അത് സെൻസിലൂടെയല്ല കിട്ടുന്നത് എന്നാണ്. ദ ഹ്യൂമൻ മൈൻഡ് ക്യാൻ തിങ്ക് ആൻഡ് ഡിസ്കവർ ട്രൂത്ത് യൂസിങ് ലോജിക്. ലോജിക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് നോളജ് കിട്ടും എന്നുള്ളതാണ് റേഷണലിസം അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ലോജിക്കൽ സ്കൂൾസ് ഉണ്ട്, അതായത് ജസ്റ്റ് സൈക്കോളജി പോലുള്ള കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് റേഷണലിസം ആണ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്നുള്ളത്, അതായത് സയൻസ് ഇൻ ആക്ഷൻ. എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് നോളജ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇത് സൈക്കോളജിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കാനായിട്ട് ആണ് സൈക്കോളജിസ്റ്റ് ഈ ഒരു എക്സ്പെരിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ എക്സ്പെരിമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കാനും അതിനെ ബേസ് ചെയ്തിട്ട് തിയറീസ് എല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ 3 വ്യൂ പോയിന്റ്സ് ആണ് സയൻസിനെ പറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എംപിരിസിസം, അതായത് നോളജ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെൻസിലൂടെയാണെന്നുള്ളത്. റേഷണലിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നോളജ് വരുന്നത് റീസണിങ്ങിലൂടെയും ലോജിക്കിലൂടെയാണ്. തേർഡ് വൺ എക്സ്പെരിമെന്റ് മെത്തേഡ്, അതായത് സയൻസ് ഇൻ ആക്ഷൻ. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് നോളജ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. സോ ഈ 3 വ്യൂ പോയിന്റ്സ് ആണ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സോ ഈ 3 വ്യൂ പോയിന്റ്സിൻ്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അതായത് വില്യം വൂണ്ട്, ജോൺ വാട്സൺ, സിഗ്മണ്ട് ഫ്രൂഡ്. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നും സൈക്കോളജിയെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വില്യം വൂണ്ട് നമുക്കറിയാം എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ എന്നാണ് വില്യം വൂണ്ട് അറിയപ്പെടുന്നത്. 1879 ജർമ്മനിയിലെ ലെപ്സിംഗ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സൈക്കോളജിയിലെ ഒരു ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. ഇതിൽ തന്നെ കൺട്രോൾഡ് ഇൻട്രോസെപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം മൈൻഡിനെ പറ്റി പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഇൻട്രോസെപ്ഷൻ എന്ന് പറയുമ്പോൾ ആത്മപരിശോധന, അതായത് ഒരാൾ സ്വയം അയാളുടെ തോട്ട് പ്രോസസ്സുകളൊക്കെ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ഒരു റിപ്പോർട്ട് പറയുക എന്നുള്ളതാണ് ഇൻട്രോസെപ്ഷൻ. ഇതിലൂടെയാണ് അദ്ദേഹം മെൻ്റൽ എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ മൈൻഡിനെ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഇതിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ് സിമ്പിൾ മെൻ്റൽ പ്രോസസ്സ് ആയിട്ടുള്ള അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഹയർ മെൻ്റൽ പ്രോസസ്സ് ആയിട്ടുള്ള റിലീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ലബോറട്ടറി സെറ്റിങ്സിൽ പഠിക്കാനായിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആന്ത്രപ്പോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ ഫോക്കസ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജി, കൾച്ചറിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ഫോക്കസ് സൈക്കോളജി. സോ സൈക്കോളജീനെ ഒരു സയൻറ്റിഫിക് എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വില്യം വൂണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത ആളാണ് ജോൺ വാട്സൺ. ജോൺ വാട്സൺ ഈസ് എ ഫൗണ്ടർ ഓഫ് ബിഹേവിയറിസം. സൈക്കോളജിയെ ഫുള്ളി സയൻറ്റിഫിക് ഡിസിപ്ലിനാക്കി മാറ്റാനായിട്ട് അദ്ദേഹം ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും എതിർത്തിരുന്ന ഒരു കാര്യമാണ് ദ സ്റ്റഡി ഓഫ് മെൻ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. കാരണം മൈൻഡിനെ നമുക്ക് ഒരിക്കലും കാണാനോ മെഷർ ചെയ്യാനോ സാധിക്കില്ല. അദ്ദേഹം പറയുന്നത് സൈക്കോളജി എപ്പോഴും ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യണം എന്നാണ്. കാരണം ബിഹേവിയർ നമുക്കൊരു എക്സ്പെരിമെന്റിലൂടെ ഒബ്സർവ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിലൂടെ സൈക്കോളജിയെ ഒബ്ജക്റ്റീവ് ആക്കി മാറ്റാനും സയൻറ്റിഫിക് ആക്കി മാറ്റാനും സാധിക്കും. മറ്റുള്ള നാച്ചുറൽ സയൻസ് പോലെ എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ സൈക്കോളജിക്ക് കൊടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒന്നും തന്നെ സൈക്കോളജിയിൽ ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് അതാണ് സൈക്കോളജിയിൽ വരേണ്ടത് എന്നുള്ളതായിരുന്നു ജോൺ ബി വാട്സന്റെ വ്യൂ പോയിന്റ്. ഇതിൽ നിന്നുമാണ് ബിഹേവിയറിസം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത്. വില്യം ജെയിംസ്. വില്യം ജെയിംസ് സൈക്കോളജിയുടെ ആദ്യകാല ഫൗണ്ടേഴ്സിൽ ഒരാളായിരുന്നു. അദ്ദേഹം വില്യം വൂണ്ടിനെ പോലെ ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടത് കോൺഷ്യസ്നെസ്സിലായിരുന്നു. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ തോട്ട്, ഫീലിങ്സ്, എക്സ്പീരിയൻസസ് ഇതിനെല്ലാം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് വില്യം ജെയിംസ് വിളിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി എക്സ്പെരിമെന്റൽ മെത്തേഡ്സിലൂടെ ഒരിക്കലും കോൺഷ്യസ്നെസ്സിനെ പഠിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൈക്കോളജി ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സൈക്കോളജിയുടെ ഫിലോസഫിക്കൽ കോണ്ടക്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സൈക്കോളജി എന്നുള്ളത് ഒരു ലാബിൽ നടത്തപ്പെടേണ്ട ഒരു എക്സ്പെരിമെന്റ് അല്ല. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിലൂടെ ഹ്യൂമൻ മൈൻഡിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ ഒരാളുടെ ഹിസ്റ്ററിക്കൽ, സോഷ്യൽ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് നമുക്കൊരു ലാബ് സെറ്റപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ സൈക്കോളജിയൊക്കെ തീർക്കുന്നത് അതിൻ്റെ ബ്രോഡ് ആയിട്ടുള്ള, ഡീപ്പ് ആയിട്ടുള്ള, ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. അടുത്ത പോർഷനാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് സൈക്കോളജി. ഇതിൽ സൈക്കോളജിയുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ടും ഒരു ഫേമസ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള E.J. ബോറിങ്ങിൻ്റെ രണ്ട് മോഡൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗ്രേറ്റ് മാൻ മോഡൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സൈക്കിസ്റ്റ് മോഡൽ. ഗ്രേറ്റ് മാൻ മോഡലിനകത്ത് ഗ്രേറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻഫ്ലുവൻസ്, അവരുടെ ടാലൻറ്റ്, അവരുടെ ഐഡിയാസ് കൊണ്ടാണ് ഹിസ്റ്ററിയിൽ ചേഞ്ച് ഉണ്ടായതെന്നാണ് E.J. ബോറിങ് പറയുന്നത്. അവരുടെ യുണീക്ക് കോൺട്രിബ്യൂഷൻസ് ആണ് സൈക്കോളജീനെ ഷേപ്പ് ചെയ്തത്. ഇതുമൂലം ഹിസ്റ്ററിയിൽ ചേഞ്ചസ് ഉണ്ടായി എന്ന് ഗ്രേറ്റ് മാൻ മോഡൽ പറയുന്നു. ഇനി സൈക്കിസ്റ്റ് മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ പറയുന്നത് ഹിസ്റ്ററിയിൽ ചേഞ്ചസ് ഉണ്ടായത്
ഇതുപോലെയുള്ള ഗ്രേറ്റ് പീപ്പിൾസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമല്ല, അത് ആ സമയത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ കണ്ടീഷൻസ് കൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആയാലും അല്ലെങ്കിൽ വില്യം വൂണ്ടിൻ്റെ ആയാലും അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കണ്ടീഷനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും അവിടെ ഒരു ഹിസ്റ്ററി ചേഞ്ച് ഉണ്ടാകുന്നില്ല. സോ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കൾച്ചറൽ കണ്ടീഷൻസിൽ ഇവരുടെയൊക്കെ തിയറീസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ വ്യൂ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഒരു ചേഞ്ച് ഉണ്ടായത് എന്നാണ് സേഗസ്റ്റ് മോഡലിൽ പറയുന്നത്. അതായത് സമയമാണ് സമയത്തിലൂടെയാണ് ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഉണ്ടായതെന്നാണ് സേഗസ്റ്റ് മോഡൽ പറയുന്നത്. സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് തോമസ് കൂൺ. തോമസ് കൂൺ ഒരു സയൻസ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ദ സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻസിൽ എങ്ങനെയാണ് സയൻസ് ഗ്രോ ആയത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും സയൻസിന്റെ ഗ്രോത്ത് സ്ലോ ആയിരുന്നില്ല, അത് പാരഡൈം ഷിഫ്റ്റിലൂടെയാണ് കടന്നു പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സൈക്കോളജി ഒരു മെച്ചൂർ സയൻസ് ആയിരുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു സയൻസിന്റെ ഗ്രോത്ത് പാരഡൈം ഷിഫ്റ്റിലൂടെ ആയിരുന്നു എന്ന്. എന്താണ് പാരഡൈം? പാരഡൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഓഫ് തോട്ട് എന്ന് പറയാം. അതായത് പല സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു സയൻസ് ഗ്രോ ആയത്. അതായത് വുണ്ടിൻ്റെ സ്ട്രക്ചറലിസം, ജെയിംസിൻ്റെ ഫങ്ഷണലിസം, വാട്സന്റെ ബിഹേവിയറിസം, അല്ലെങ്കിൽ ഫ്രൂഡിൻ്റെ സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, ഇങ്ങനെയുള്ള ഓരോ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഓരോ പാരഡൈംസിലൂടെയാണ് ഈ സയൻസ് എന്നുള്ള കാര്യത്തിൽ റെവല്യൂഷൻ ഉണ്ടായതും സയൻസ് ഗ്രോ ആയതും എന്നാണ് തോമസ് കൂൺ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നത്. നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി. ഇന്ത്യ, ചൈന പോലുള്ള നോൺ വെസ്റ്റേൺ സിവിലൈസേഷൻസിൽ അവരുടെ ഡീപ്പ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്, അവരുടെ ഫിലോസഫീസ്, അവരുടെ റിലീജിയൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഹിന്ദുയിസം. വേദങ്ങളെയും ഉപനിഷത്തുകളെയും ആധാരമാക്കിയിട്ടാണ് ഹിന്ദുയിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായത്. ഇതിൽ വേദങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടും വരുന്നത് പോയംസ്, അതുപോലെ ശ്ലോകങ്ങൾ, റീച്വൽസ്, ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള സേക്രഡ് ബുക്കാണ് വേദ. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് സെൽഫിനെയും അതുപോലെ തന്നെ യൂണിവേഴ്സിനെയാണ്. ഈ ഹിന്ദുയിസത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോള്, യൂണിവേഴ്സൽ യൂണിറ്റി, അതുപോലെ തന്നെ സ്കെപ്റ്റിസിസം ഓഫ് സെൻസറി നോളജ് എന്നുള്ളതൊക്കെയാണ്. അതായത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഹിന്ദുയിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വെസ്റ്റേൺ സൈക്കോളജിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ സൈക്കോളജി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വലിസത്തിനെയാണ്. അതായത് സെൽഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു യൂണിവേഴ്സാലിറ്റിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ സൈക്കോളജി പറയുന്നത്. ഇന്ത്യയിലെ അടുത്ത റിലീജിയനാണ് ബുദ്ധിസം. ഇതിൻ്റെ ഫൗണ്ടർ ഗൗതമ ബുദ്ധനാണ്. ഇതെന്ന് പറയുമ്പോൾ പെർമനന്റ് സോൾ എന്നുള്ളൊരു ഐഡിയ റിജക്റ്റ് ചെയ്യാനാണ് ഇതിൽ ഗൗതമ ബുദ്ധൻ പറയുന്നത്. അതായത് ആളുകളെ നയിക്കുന്നത് അവരുടെ ശീലങ്ങളും അവരുടെ പാരമ്പര്യവും അവരുടെ എൻവയോൺമെൻറ്റും ആണ്. ഒരാളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് ഒരു ഇല്യൂഷൻ ആണെന്നും അതിലൊരു യാഥാർത്ഥമായിട്ടൊരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഗൗതമ ബുദ്ധൻ ബുദ്ധമതത്തിലൂടെ പറയുന്നത്. അതുപോലെ സെൻസറി ഇൻപുട്ട് മാത്രമാണ് നോളജിൻ്റെ അടിസ്ഥാനം എന്നും ഈ ഒരു മതത്തിലൂടെ ഗൗതമ ബുദ്ധൻ പറയുന്നുണ്ട്. അതുപോലെ അച്ചടക്കം, ആത്മനിയന്ത്രണം ഇവയാണ് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നും, അതുപോലെ പേഴ്സണാലിറ്റി എന്നൊരു കാര്യം മരണത്തിന് ശേഷം നിലനിൽക്കുന്നില്ല എന്നും ബുദ്ധമതം നമ്മളെ പഠിപ്പിക്കുന്നു.
ഇന്ത്യയിലെ അടുത്ത പ്രധാനപ്പെട്ട റിലീജിയനാണ് ജൈനിസം. ജൈനിസത്തിന്റെ കോർ പ്രിൻസിപ്പിൾ നോൺ വയലൻസ്, നോൺ അറ്റാച്ച്മെന്റ് ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ലിബറേഷൻ, അതായത് മോക്ഷ. ഈ 3 പ്രിൻസിപ്പിൾസിൽ ഊന്നിയാണ് ജൈനമതം ഇന്ത്യയിൽ ഉണ്ടായത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 24 തീർത്ഥങ്കരാസ് ആണ്. അതിൽ പ്രധാനിയാണ് മഹാവീരൻ. നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മശാന്തി ലഭിക്കും എന്നുള്ളതാണ് ജൈനമതം നൽകുന്ന ഒരു സന്ദേശം. ഇനി ചൈനയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മതങ്ങളാണ് കൺഫ്യൂഷ്യനിസം ആൻഡ് താവോയിസം. ഇത് രണ്ടും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിലീജിയൻസ് ആണെങ്കിൽ പോലും ഇതിന് ഒരുപാട് സാമ്യതകൾ പറയാനുണ്ട്. കൺഫ്യൂഷ്യനിസം എന്നുള്ള റിലീജിയന്റെ ഫൗണ്ടർ. ഇതിൽ പറയുന്നത് ധാർമ്മികത, സാമൂഹിക ബന്ധങ്ങൾ, എഡ്യൂക്കേഷൻ ഇവയ്ക്കുള്ള പ്രാധാന്യമാണ് കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്നത്. ഇത് താവോയിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലാവോസി എന്നൊരു ഫൗണ്ടറാണ് ഇതിന് തുടക്കമിട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് ഇണങ്ങി ചേർന്ന് എങ്ങനെ ജീവിക്കാം, പ്രകൃതിയുടെ വഴിയിലൂടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് താവോയിസം പറയുന്നത്. വെസ്റ്റേൺ സൈക്കോളജി ഇൻഡിവിജ്വലിസം, പേഴ്സണൽ ഗോള്, സെൽഫ് എക്സ്പ്രഷൻ, അതുപോലെ ഇന്നോവേഷൻ എന്നിവയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നോൺ വെസ്റ്റേൺ സൈക്കോളജി ഇന്ത്യ, ചൈന പോലുള്ള കൺട്രീസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, സെൽഫ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഹാർമോണി എന്നിവയിലൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെസ്റ്റേൺ തിയറീസ് അങ്ങനെ തന്നെ ഇന്ത്യൻ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. സോ ഈ ഒരു ചാപ്റ്ററിലൂടെ എങ്ങനെ സൈക്കോളജി ഡെവലപ്പായി വന്നു, അതിൻ്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ ആൻഡ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻസ് ഇൻ സൈക്കോളജി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. അതിൽ എംപിറിസിസം, റേഷണലിസം, എക്സ്പെരിമെന്റൽ മെത്തേഡ്, അതിൻ്റെ ഫൗണ്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. താങ്ക് യു.